ഇനി ഒരിക്കലും ശബരിമല ചവിട്ടാൻ യോഗ്യതയില്ല തന്ത്രിക്ക് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. കാരണം അതേ രീതിയിലുള്ളൊരു കൊള്ളയ്ക്കാണ് ഈ തന്ത്രി കൂട്ടുനിന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇ ഡി വന്നല്ലോ. ഇ ഡി വന്നിട്ട് എന്തുകൊണ്ടാണ് ഈ തന്ത്രിയുടെ വീട്ടിലേക്ക് മാത്രം പോകാതിരുന്നത്? തന്ത്രിക്ക് ക്ലീൻ ചീട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഇ ഡി വന്നത്. തന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ദേവപ്രശ്നമൊക്കെ നോക്കി ശബരിമലയെ സംരക്ഷിക്കേണ്ട ഒരു വ്യക്തി കുതന്ത്രങ്ങൾ മെനഞ്ഞു എന്നുള്ളതാണ് സത്യം. ആ അടൂർ പ്രകാശുമായിട്ടുള്ള കൂട്ടുകെട്ട് തൻ്റെ ഈ ഒരു കച്ചവടത്തിന്, അതായത് ഈ കള്ളക്കച്ചവടത്തിന് മുതൽക്കൂട്ടാകും എന്ന് കണ്ടിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായിട്ട് തന്നെ അടൂർ പ്രകാശിനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറഞ്ഞ അടൂർ പ്രകാശിന് ഒരു പാക്കറ്റ് സമ്മാനമായിട്ട് നൽകുന്നു. അതിനുശേഷം ഇന്നലെ വന്നിട്ട് അടൂർ പ്രകാശ് പറഞ്ഞ എന്താണ്, അത് ഈന്തപ്പഴമാണെന്നാണ് പറയുന്നത്. കേരളത്തിൽ ഒരിടത്തും കിട്ടാത്തൊരു സാധനമാണ് ഈന്തപ്പഴം എന്ന് പറയുന്നത്. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിനായിട്ട് ചെയ്യുന്ന കച്ചവടവും ഈന്തപ്പഴ കച്ചവടമാണ്. സോണിയ ഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഈ പറഞ്ഞ ഗോവർദ്ധനമൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്ത്രിയുടെ ബലത്തിലാണ്. അത് തന്ത്രി ഇവിടെ ചെയ്തിരിക്കുന്നത് കോടിക്കണക്കിന് വരുന്ന ശബരിമല വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയും പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള കൂട്ടുകെട്ടിനെ പറ്റി എന്താണ് പറയാൻ? അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവപ്രശ്നം, ഈ തന്ത്രി എങ്ങനെയാണ് ഇങ്ങനെയായിട്ട് മാറിയത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. തന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ദേവപ്രശ്നമൊക്കെ നോക്കി ശബരിമലയെ സംരക്ഷിക്കേണ്ട ഒരു വ്യക്തി കുതന്ത്രങ്ങൾ മെനഞ്ഞു എന്നുള്ളതാണ് സത്യം. ഈ തന്ത്രി രാജീവ് കണ്ഠരര് ശബരിമലയുടെ ബിസിനസ് സാധ്യതകളെ കൃത്യമായി ഉപയോഗപ്പെടുത്തി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം എന്താണ് തന്ത്രി രാജീവന് ഇങ്ങനെ പെരുമാറിയത് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. അദ്ദേഹം ശബരിമലയെ മൊത്തത്തിൽ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ ഒരു തീരുമാനമെടുക്കുന്നു. അതായത് ശബരിമലയിൽ അയ്യപ്പൻ്റെ സംരക്ഷകനാണ് ഈ തന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തന്ത്രി തന്നെ അയ്യപ്പനെ മൊത്തത്തിൽ കൊള്ളയടിച്ച് മാറ്റാൻ വേണ്ടിയിട്ടൊരു തീരുമാനമെടുക്കുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് കേരളത്തിലെ മാത്രമല്ല മുഴുവൻ അയ്യപ്പ വിശ്വാസികളുടെയും വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടിയാണ് തന്ത്രി നടത്തിയിട്ടുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ട് വരുന്ന പല ആളുകളും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഏതെങ്കിലും ഒരു തീരുമാനം വളരെ ദൃഢമായിട്ട് ദേവസ്വം ബോർഡ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തന്ത്രി വന്നിട്ട് ദേവപ്രശ്നം വെച്ചിട്ട് പറയുകയാണ് ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾ അതല്ലേ വിശ്വസിക്കത്തുള്ളൂ. കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിട്ട് തന്ത്രി പറയുന്നതാണ് അവസാന വാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തെയാണ് ഈ കണ്ഠരര് രാജീവര് വിൽപ്പനച്ചരക്കാക്കിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. എങ്ങനെ കോടികൾ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് തന്ത്രി ചിന്തിച്ചത്. അതിന് പറ്റിയ ഒരു മണ്ടനായിട്ടുള്ള ഒരു ഏജന്റ് തന്ത്രിക്ക് വേണമല്ലോ. അതിനു വേണ്ടിയിട്ട് കണ്ടെത്തിയ ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ മണ്ടൻ കഥാപാത്രം. കാരണം തന്ത്രിയുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പല പ്രമുഖരുമായിട്ട് ബന്ധിപ്പിച്ച് നൽകുകയും ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ബന്ധങ്ങളിലൂടെ കച്ചവടം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ തന്ത്രിയാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടെത്തിയ ഒരു പ്രമുഖനാണ് ഈ പറഞ്ഞ അടൂർ പ്രകാശ് എന്ന് പറയുന്നത്. അടൂർ പ്രകാശിനെ സംബന്ധിച്ചിട്ട് അധികാരമുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ, അതോടൊപ്പം തന്നെ പണമുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ. ആ അടൂർ പ്രകാശുമായിട്ടുള്ള കൂട്ടുകെട്ട് തൻ്റെ ഈ ഒരു കച്ചവടത്തിന്, അതായത് ഈ കള്ളക്കച്ചവടത്തിന് മുതൽക്കൂട്ടാകും എന്ന് കണ്ടിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായിട്ട് തന്നെ അടൂർ പ്രകാശിനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. പല പ്രാവശ്യം അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ സമ്മതിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോകൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറഞ്ഞ അടൂർ പ്രകാശിന് ഒരു പാക്കറ്റ് സമ്മാനമായിട്ട് നൽകുന്നു. അതിനുശേഷം ഇന്നലെ വന്നിട്ട് അടൂർ പ്രകാശ് പറഞ്ഞ എന്താണ്, അത് ഈന്തപ്പഴമാണെന്നാണ് പറയുന്നത്. അടൂർ പ്രകാശിന് ഇപ്പോൾ ഈന്തപ്പഴം തിന്നേണ്ട പ്രായമാണല്ലോ ഇത്. അത് കൂടാതെ തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരിടത്തും കിട്ടാത്തൊരു സാധനമാണ് ഈന്തപ്പഴം എന്ന് പറയുന്നത്. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിനായിട്ട് ചെയ്യുന്ന കച്ചവടവും ഈന്തപ്പഴ കച്ചവടമാണ്. സാധാരണ ഇവിടുന്ന് ഡൽഹിയിലേക്കൊക്കെ പോകുന്ന ആളുകൾ, ഈ ഡൽഹിയിലുള്ള നോർത്ത് ഇന്ത്യൻ നേതാക്കന്മാർ, ഇപ്പോൾ BJP നേതാക്കന്മാരായിക്കോട്ടെ, കോൺഗ്രസ് നേതാക്കന്മാരായിക്കോട്ടെ, അവരുടെയൊക്കെ പ്രീതി കൈപ്പറ്റാനായിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേശം ഏലക്ക, ഈ കാഷ്യൂനട്ട്, ലേശം ഗ്രാമ്പു, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ അടൂർ പ്രകാശിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈന്തപ്പഴവുമായിട്ട് അടൂർ പ്രകാശിൻ്റെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അത്ര മണ്ടന്മാരാണോ കേരളത്തിലെ ജനങ്ങൾ? ഇപ്പോൾ അടൂർ പ്രകാശ് എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ട് അടൂർ പ്രകാശിന് കൃത്യമായ ഒരു ധാരണയുണ്ട്. അടൂർ പ്രകാശിനെ സംബന്ധിച്ചിട്ട് എന്താ, പണം കിട്ടിയ കഴിക്കുമോ? ഇല്ലല്ലോ. കൈ നനയാതെ പണം കിട്ടുമെന്ന് കരുതി കഴിഞ്ഞാൽ അടൂർ പ്രകാശ് വെറുതെ ഇരിക്കും? ഇല്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ത്രി അയ്യപ്പനെയും ശബരിമലയെയും
മൊത്തത്തിൽ കൊള്ളയടിച്ച് ഒരു 1000 കോടിയുടെ അല്ലെങ്കിൽ 2000 കോടിയുടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തൻ്റെ ഏജന്റായിട്ട് നിയമിച്ചു. തൻ്റെ ഏജന്റായിട്ട് നിയമിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടെത്തിയ ഏറ്റവും വലിയ പ്രമുഖനാണ്, ഈ ഡീലുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പറ്റിയ ഒരാളാണ് അടൂർ പ്രകാശ് എന്ന് കണ്ടെത്തിയതോട് കൂടിയിട്ടാണ് അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം ആരംഭിച്ചിട്ടുള്ളത്. അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. സോണിയ ഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഈ പറഞ്ഞ ഗോവർദ്ധനുമൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്ത്രിയുടെ ബലത്തിലാണ്. ഞാൻ ഇപ്പോഴും പറയുന്നില്ല അടൂർ പ്രകാശിന്റെ ബലത്തിലാണ് എന്ന് പോലും പറയുന്നില്ല, അല്ലെങ്കിൽ ആന്റണിയുടെ ബലത്തിലാണ് എന്ന് പോലും ഞാൻ പറയുന്നില്ല. തന്ത്രി, ശബരിമല തന്ത്രിയാണ് സോണിയാഗാന്ധിയുമായിട്ട് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്ത് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിട്ടുള്ളത്. ഇസഡി കാറ്റഗറി സുരക്ഷയുള്ള ഒരു ആളാണ് ഈ സോണിയാഗാന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ആ സോണിയാഗാന്ധിയെ സംബന്ധിച്ചിട്ട് ഇസഡി കാറ്റഗറിയുടെ ഈ അപ്പോയിന്റ്മെന്റ് ക്രൈറ്റീരിയ ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു അയ്യപ്പ ടെമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വളരെ ആദരവ് അർഹിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ തന്ത്രിയുടെ കെയർ ഓഫിൽ ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചതിന് ശേഷം അത് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. വരും സമയങ്ങളിലൊക്കെ അത് വലിയ ആരോപണങ്ങളൊക്കെ ആയിട്ട് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് സാധ്യതകളുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സോണിയാഗാന്ധി ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പോയിന്റ്മെന്റ് നൽകിയിട്ടുള്ളത്. അതല്ല ഇപ്പൊ സോണിയാഗാന്ധിയുടെ അടുക്കൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായി എന്ന് കരുതുക. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ എന്താ സംഭവിക്കാൻ പോവുക? പിറ്റേ ദിവസം തന്നെ ഈ തന്ത്രി ദേവപ്രശ്നം വെച്ചിട്ട് കോൺഗ്രസിന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നങ്ങോട്ട് ഗണിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ ദേവപ്രശ്നം എന്നുള്ള ഒരു വലിയ ഒരു മാജിക്കൽ സംഭവം ആരുടെ കയ്യിലിരിക്കുവാണ്? ഈ തന്ത്രിയുടെ കയ്യിലിരിക്കുവാണ്. തന്ത്രി പറയുന്നതാണ് അവിടെ നടക്കുന്നത്. ശബരിമലയിലെ മേൽശാന്തി, അതെല്ലാ വർഷവും നറുക്കിട്ടാണ് ശബരിമലയിലെ മേൽശാന്തിയെ കണ്ടെത്തുന്നത്. അപ്പൊ ശബരിമലയിലെ മേൽശാന്തിക്ക് പോലും ഈ തന്ത്രി എടുക്കുന്ന തീരുമാനങ്ങളെ ധിക്കരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ദേവപ്രശ്നം വെച്ചതിന് ശേഷം തന്ത്രി എന്ന് പറയുന്നോ അതിനനുസരിച്ച് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഈ മേൽശാന്തിക്ക് പോലും സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ പരിമിതികളെക്കുറിച്ച്, ദേവസ്വം വകുപ്പിന്റെ പരിമിതികളെക്കുറിച്ച്, അതായത് ശബരിമലയ്ക്ക് മേലുള്ള ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിന്റെ പരിമിതികളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ അവിടെയുള്ള ദേവസ്വം ജീവനക്കാരുടെ പരിമിതികളെക്കുറിച്ച്. ഇപ്പം ഞാൻ പറയട്ടെ, അവിടുത്തെ തിരുവാഭരണ കമ്മീഷണർ ഈ പറഞ്ഞ തന്ത്രിക്കെതിരെ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് ശബരിമല വിജിലൻസിന് നൽകുകയാണെന്ന് വിചാരിച്ചു. അപ്പം തന്നെ ദേവപ്രശ്നം വെച്ച് നോക്കിയിട്ട് തന്ത്രി പറയുകയാണ് തിരുവാഭരണ കമ്മീഷണർ ശരിയല്ല, അയാളെ അവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം അയാളുടെ കസറ എത്തിരിക്കത്തില്ലേ? അതായത് ശബരിമലയിലെ തന്ത്രി ഇയാൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തിരുവാഭരണ കമ്മീഷണറെ ശബരിമലയിൽ നിന്ന് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ പിന്നെ അയാളെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഏത് രീതിയിലായിരിക്കും അളക്കുക? അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നേ. അതല്ലെങ്കിൽ അവിടെ വരുന്നത് ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റ്, ആ പ്രസിഡന്റ് ഈ തന്ത്രി എതിർക്കാൻ പോയി കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്ന ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തന്ത്രി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താണ്? നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പിന്നെ ഈ പറഞ്ഞ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനെ ഏത് രീതിയിലായിരിക്കും നോക്കിക്കാണുക? അതായത് തന്ത്രി ഇവിടെ ചെയ്തിരിക്കുന്നത് കോടിക്കണക്കിന് വരുന്ന ശബരിമല വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു നിമിഷം പോലും ഈ തന്ത്രി എന്ന് പറയുന്ന വ്യക്തി ശബരിമലയിൽ ചവിട്ടാൻ പോലും അർഹനല്ല. ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നല്ല പറയുന്നത്. ഇനി ഒരിക്കലും ശബരിമല ചവിട്ടാൻ യോഗ്യതയില്ല തന്ത്രിക്ക് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. കാരണം അതേ രീതിയിലുള്ളൊരു കൊള്ളയ്ക്കാണ് ഈ തന്ത്രി കൂട്ടുനിന്നിരിക്കുന്നത്. തന്ത്രിക്ക് ഒടുവിലെല്ലാം സമ്മതിച്ചല്ലോ. ഇവിടുത്തെ BJP-ക്കാരെന്താ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ED വന്നല്ലോ. ED വന്നിട്ട് എന്തുകൊണ്ടാണ് ഈ തന്ത്രിയുടെ വീട്ടിലേക്ക് മാത്രം പോകാതിരുന്നത്? തന്ത്രിക്ക് ക്ലീൻ ചീട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ED വന്നത്. പക്ഷെ എന്താ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പൊ ഏറ്റവും വലിയ കള്ളനായിട്ട്, യഥാർത്ഥ പ്രതിയായിട്ട്, അല്ലെങ്കിൽ ഒന്നാം പ്രതിയായിട്ട് ആര് മാറുന്നു? തന്ത്രി മാറുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം തന്ത്രി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി, ആ പദ്ധതി നടപ്പിലാക്കിയ വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ മുരാരി ബാബുവും എന്നൊക്കെ പറയുന്നത്. മുരാരി ബാബു ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു എന്ന് പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, SITക്കും പരിമിതികളുണ്ട്. SITയുടെ അന്വേഷണം പൂർത്തിയാകാതെ SITക്ക് ഒരിക്കലും കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. 90 ദിവസം കഴിയുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടുക എന്നുള്ളത് നമ്മുടെ ഭരണഘടനയുടെ ഭാഗമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മുരാരി ബാബുവിന് ഇന്നലെ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ജാമ്യം കിട്ടിയാലും ഒരുപാട് നിയന്ത്രണങ്ങൾ മുരാരി ബാബുവിന് മുകളിലുണ്ടാവും. മാധ്യമങ്ങളെ കാണാൻ പാടില്ല, തെളിവ് നശിപ്പിക്കാൻ പാടില്ല, ഒരുപക്ഷെ ആ ജില്ലയിൽ തന്നെ കയറാൻ പാടില്ല എന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ നിയന്ത്രണങ്ങൾ കോടതി വെച്ചിട്ടുണ്ടോ അല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതാ വിധി പകർപ്പ് വന്നാൽ മാത്രമേ നമുക്ക് പരിശോധിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, കൃത്യമായിട്ട് തന്ത്രി ആവിഷ്കരിച്ച പദ്ധതി
പോറ്റിയിലൂടെ നടപ്പിലാക്കി അതിന് വേണ്ടുന്ന മുഴുവൻ പിന്തുണയും നൽകിയിട്ടുള്ളത് അടൂർ പ്രകാശ് തന്നെയാണ്. അടൂർ പ്രകാശിന് കിട്ടിയിരിക്കുന്നത് ഈന്തപ്പഴമല്ല. ഒരുപക്ഷെ പണ്ട് UDF നേതാക്കന്മാർ ആരോപിച്ചതുപോലെ തന്നെ ഈന്തപ്പഴത്തിനകത്തെ കുരു സ്വർണമായിരുന്നോ അതല്ലെങ്കിൽ ഏലസ് രൂപത്തിൽ ആണ് അവിടുത്തെ കട്ടളപ്പാളികളിലെ സ്വർണം മുറിച്ചെടുത്തതാണോ എന്നുള്ളത് ഇനി കണ്ടെത്തേണ്ടത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.